ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടാണ്, നല്ല സന്തോഷത്തിലുമാണ്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ അണ്ണൻ്റെ മോൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഫുഡ് അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും പോകാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഞാനും മമ്മിയും ചിന്നുവിൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തിയിട്ട് നേരെ കഴിക്കാനായിട്ടും കയറി കേട്ടോ. വീടിൻ്റെ ഷോട്ടൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കഴിച്ചിട്ടൊക്കെ നിൽക്കുന്നവരും കഴിക്കാൻ നിൽക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ചേർത്ത് ഞാൻ ചെറിയൊരു ഹായൊക്കെ പറയിച്ചു. ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് പയ്യൻ്റെ സഹോദരി, പിന്നെ കല്ലു എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയി. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ 1 മണി ആയിട്ടില്ല, 12:45 കഴിഞ്ഞു നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോഴത്തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. സദ്യ ആയിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ചോറ് പരിപ്പൊക്കെ വിളമ്പി, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, മോര്, രസം എല്ലാം ഉണ്ടായിരുന്നു. അടപ്പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായിട്ട് കുശാലായിട്ട് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി വീടിൻ്റെ ഒരു ചെറിയൊരു വ്യൂ എടുക്കുവാണേ. അപ്പോൾ ഇതാണ് കേട്ടോ വീടെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും വന്ന് ഉച്ചയ്ക്ക്, കാരണം ഇനിയിപ്പോൾ വൈകിട്ട് സാരി കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ ഉണ്ടേ. അപ്പോൾ എല്ലാവരും റെഡി ആവാനായിട്ട് വീട്ടിലോട്ടൊക്കെ പോയി. അപ്പോൾ എനിക്കും ഇനി വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് തിരിച്ചു വരണം. മമ്മി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അപ്പച്ചി, കൊച്ചച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മൂത്തയമ്മ, മൂത്തച്ഛൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. കാരണം റിലേറ്റീവ്സ് എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അതേ നമ്മുടെ പിള്ളേഴ്സ് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം മമ്മി പിന്നെ വൈകിട്ട് സാരി കൊടുക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പിള്ളേർ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കണക്കിലും നമ്മൾ പിള്ളേർ സെറ്റുകളാണ്. നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് വലിയൊരു ബസ്സിലാണ് കേട്ടോ പോകുന്നത്. കാരണം പിന്നെ എന്താണ്, എൻഗേജ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പേര് തന്നെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഡ്രസ്സ് കൊടുക്കാനായിട്ട് ചെല്ലുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചധികം ആൾക്കാർ തന്നെ ഉള്ളതുകൊണ്ട് ഒരു വലിയൊരു ബസ് വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാനും ചിന്നുവും കൂടിയിട്ട് സ്കൂട്ടിയിലാണേ പോകുന്ന. സ്കൂട്ടിയിൽ അണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ എല്ലാവരും കൂടിയിട്ട് പോവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. അതെ, ഇത് കണ്ടോ ഒരു മണ്ഡപം. ഇത് പണ്ട് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതാണ്. നമ്മുടെ മാലയോഗം സിനിമയില്ലേ, ആ സിനിമയൊക്കെ ഈ സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ആ പാലമൊക്കെ ഉണ്ട്, ഈ മണ്ഡപം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തി. നമ്മളെല്ലാവരും റെഡിയായി സെറ്റായി നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും വിളിച്ച് ചേർത്തുണ്ട്. അപ്പോൾ അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അഭിനയിക്കാൻ തുടങ്ങി. അതേ ഇതിൻ്റെ ഇടയിൽ ആ ഹാഫ് സാരി എടുത്താണ് വേണിക്കുട്ടി, അതും എൻ്റെ അണ്ണൻ്റെ മോള് തന്നെയാണ് കേട്ടോ. പിന്നെ അതേ ഫോട്ടോ സെക്ഷനായിട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇതെൻ്റെ കൊച്ചച്ഛനും കുഞ്ഞമ്മയാണ്. മധ്യത്തേക്കുന്നതാണ് പറയേണ്ടല്ലോ, അതാണ് പയ്യൻ. പിന്നെ അതേ ഫോട്ടോ എടുക്കാനായിട്ടുള്ള വൻ ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ തിക്കും തിരക്കാണ് ഈ കാണുന്നത്. കാരണം നേരത്തെ ഫോട്ടോ എടുത്തിട്ട് പുറത്തിറങ്ങി നിന്നാലേ ബസ് വരുമ്പോഴത്തേക്ക് സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ സെറ്റിൽ അടുത്ത ആൾ കയറിയിട്ടുണ്ട്. ഇത് കൊച്ചച്ഛൻ്റെ മക്കളാണ്, നേരത്തെ ആദ്യം കാണിച്ചില്ലേ, അവർ മക്കളാണ്. മക്കളും ചെറുകുട്ടിയും ഒക്കെയാണ്. ഇത് നമ്മൾ അറിയാമല്ലോ, ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ വേണിക്കുട്ടി എൻ്റെ അണ്ണൻ്റെ മോള്, പിന്നെ കല്യാണ ചെക്കൻ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് നിന്ന് ഒന്ന് അഭിനയിക്കുകയാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ, സംസാരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഒന്ന് അഭിനയിച്ചു, സ്വാഭാവികം. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ. അപ്പോൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടി പാഞ്ഞ് ചെല്ലുകയാണ്. ബസ്സാണെങ്കിൽ ഒരു മതിലരുവ ചേർത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ക്യൂ ആയിട്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. എന്തായാലും തിക്കും തിരക്കും പിടിച്ചൊന്നും കയറേണ്ടി വന്നില്ല. കാരണം ബസ്സിൽ കറക്റ്റ് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെറ്റുകളെല്ലാവരും ബാക്ക് സീറ്റിലോട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാത്ത പിള്ളേർ ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ അലുമ്പ് ടീമുകളെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അലുമ്പ് ടീമുകളെല്ലാവരും കൂടി ബാക്കിലത്തെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പേര് വഴിയിൽ നിന്ന് കയറാനായിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വഴിയിൽ നിന്ന് കയറും. ഓഫീസിൽ പോയവരും പിന്നെ വഴിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് താമസിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വഴിയിൽ നിന്ന് കയറും. അപ്പം നമ്മളെല്ലാവരും ബാക്കിൽ സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. കുറച്ച് അർമാദം ആകാലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ബസ്സിൽ AC ഇല്ലായിരുന്നു. ആ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പെണ്ണും ചെക്കനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. സാരി കൊണ്ട് പോകാനായിട്ട് നാത്തൂനും ഒക്കെ റെഡിയായി സാരിയൊക്കെ ആയിട്ട് ഇറങ്ങി. സാരി എടുത്തു വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ.
അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തിയത്. കാരണം അവർ കുറച്ച് നേരത്തെ തന്നെ അത് സാരിയൊക്കെ എടുത്ത് വയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ചെന്ന് റെഡിയാക്കി വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി എന്ന് വെച്ചാൽ ആ എടുക്കുന്ന ആ സമയം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണല്ലോ ബസ്സൊക്കെ വന്നത്. പിന്നെ അതേ നമ്മൾ ബാക്കിൽ അലുമ്പ് ടീമുകൾ അലുമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ കുറച്ച് ഇരുട്ടായിരുന്നു. അപ്പോൾ ഈ വെയിൽ വരുന്ന കണക്കിന് മാത്രമേ നമ്മുടെ ഫേസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ദേ വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മുടിയൊക്കെ അത്രയും പാറി പറന്ന് ആകെ കോലം കെട്ടുപോയി. പിന്നെ നമ്മൾ ചീപ്പൊക്കെ കരുതിയിരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. അവിടെ എത്തുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് കോംബ് ചെയ്തൊക്കെ സെറ്റായിട്ടാണ് ഇറങ്ങിയത്. ഫുൾ മേക്കപ്പ് സെറ്റുമായിട്ട് വന്നവർ വരെ ഉണ്ട്. കാരണം കുറച്ച് ദൂരമുണ്ട്. നമ്മൾ വർക്കലയാണ് കേട്ടോ. പെണ്ണിൻ്റെ വീട് വർക്കല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അവസാനം അവിടെ എത്തിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് ചെല്ലത്തില്ല. നമ്മൾ വഴിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്ന് വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വഴിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നടന്ന് പെണ്ണിൻ്റെ വീട്ടിലെത്തി. എത്തിയത് ഇതാണ് കേട്ടോ വീട്. വർക്കല കറക്റ്റ് പ്ലേസ് എനിക്ക് പറയാൻ അറിയത്തില്ല. വർക്കലയാണെന്നേ എനിക്കറിയാവുള്ളൂ കേട്ടോ. അപ്പോഴത്തെ ഇതാണ് വീട് എന്ന് പറയുന്നത്. വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ ടീമുകളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് പോകുന്നു. പിന്നെന്താണ് ഇത് ലിഷ. ഇതും ലിഷയെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പച്ചിയുടെ മോളാണ്. ഇതാണ് മണവാട്ടി കുട്ടി. നല്ല രസമായിരുന്നേ. ഒരുങ്ങിയതും ഡ്രസ്സും ഒക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ദാഹമായിരുന്നു നമുക്ക്. കാരണം നല്ല ചൂടല്ലായിരുന്നു. അപ്പോൾ ബസ്സിൽ AC ഇല്ലായിരുന്നു. അപ്പോൾ വിയർത്ത് കുളിച്ച് ഇങ്ങ് എത്തിയപ്പോഴത്തേക്കും വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും നല്ല പിസ്ത ഷേക്ക് പോലത്തെ ഒരു സംഭവം കേട്ടോ. നല്ല രസമായിരുന്നു. അതിലിങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ ചിയാ സീഡ് എന്നല്ലേ പറയുന്ന സംഭവത്തിന്, അതൊക്കെ ഇങ്ങനെ കുതിർത്ത് ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം. നല്ലൊരു തണുപ്പും ഒക്കെ ഫീൽ ആയപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അതേ സാരി കൊടുക്കാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്. ചെറുതായിട്ട് അവിടെ ഇങ്ങനെ പടുക്കയൊക്കെ വെച്ച് ഇങ്ങനെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരുക്കി പെൺകുട്ടിയുടെ അമ്മയാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. വിളക്ക് കത്തിച്ചിട്ട് ഇതാണ് നാത്തൂൻ സാരിയൊക്കെ എടുത്ത് ട്രേയിൽ വെക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചില്ലി റെഡ് കളറിലുള്ള സാരി ആയിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. സാരി കളർ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മുല്ലപ്പൂ എടുത്ത് വെക്കണം. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. സാരിയൊക്കെ നല്ലോണം അടുക്കി വെക്കണം എന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ മടക്കി അടുക്കി ഒക്കെ വെച്ചിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് പിന്നെ പെണ്ണിനെ വിളിച്ച് അവിടെ നിർത്തി സാരി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ലൈറ്റിൻ്റെ സ്റ്റാൻഡ് വന്ന് കുറുകെ നിന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ പെണ്ണിൻ്റെ ബ്രദറാണ് കേട്ടോ. എന്ത് കളർ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അച്ഛനില്ല കേട്ടോ. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പെണ്ണിൻ്റെ ആങ്ങളെയാണ് എല്ലാത്തിനും കൈപിടിച്ച് നടത്തിക്കുന്നതും എല്ലാം. അത് ഞാൻ നാളത്തെ വീഡിയോയിലൊക്കെ കാര്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുവാണ്. അതൊരു വലിയ ചടങ്ങ് തന്നെയാണ് കേട്ടോ. ഈ കാലിൽ വീഴുക എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു കാര്യമാണ്. കല്യാണം വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കാലിൽ ചെന്ന് വീണ് തൊട്ട് ഒരു വഴിയാവും. അപ്പോൾ ചെക്കൻ വന്ന് മധ്യത്തിൽ നിൽപ്പുണ്ട്. പിന്നെ ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. സാരി കൊടുക്കുകയാണ് കേട്ടോ. സാരിയൊക്കെ വാങ്ങി. അപ്പോൾ സാരിയിൽ തൊഴുതിട്ട് വാങ്ങാനായിട്ട് പറഞ്ഞു. നമ്മളൊക്കെ പണ്ട് നാത്തൂൻ്റെ കാല് തൊട്ട് വന്ദിച്ചിട്ടൊക്കെയാണ് വാങ്ങുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ തൊഴുത് വാങ്ങിയിട്ട് പെണ്ണിന് ഇങ്ങനെ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നൊരിതുണ്ടല്ലോ, ബ്രേസ്ലെറ്റാണ് കേട്ടോ കൊടുത്തത്. അത് ഇടാൻ പറ്റിയില്ല, കാരണം 2 കൈ ഉണ്ടെങ്കിലേ ഇടാൻ പറ്റും. അപ്പോൾ സാരി അവിടെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കല്ലു കൈ നീട്ടിയപ്പോൾ കയ്യിലങ്ങ് വെച്ച് കൊടുത്തു. അങ്ങനെയായിരുന്നു. പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് ഫാമിലി ആയിട്ട് വന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ടീമുകളും എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് കൊണ്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഫുള്ള് ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നേ. കാരണം ഓരോ അപ്ഡേഷൻസ് നമ്മളിങ്ങനെ ഫോട്ടോ ഇട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുക. അതൊരു പ്രധാന ഹോബിയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക എന്നുള്ളത് എല്ലാവരുടെ ഹോബിയാണ്. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് പിന്നെ മിനിറ്റിന് വെച്ച് ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും, ആരൊക്കെ കണ്ടു, ആരൊക്കെ മെസ്സേജ് ഇട്ടു എന്നുള്ളത്. അതുപോലെയായിരുന്നു. പിന്നെ മുകളിൽ ടെറസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മളെ ടീമുകളെല്ലാവരും കൂടെ ഒരു ടേബിളിൽ വന്നിരുന്നു. പിന്നെ പൊറോട്ടയും വീശപ്പവും ചിക്കൻ കറി പിന്നെ അലുവ പഴം അതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വീശപ്പമാണ് വാങ്ങിച്ചത്. ഞാൻ പൊറോട്ട അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പൊറോട്ട കഴിക്കില്ല എന്നല്ല, കഴിക്കും,
പക്ഷേ അതിങ്ങനെ വെറുതെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കുമ്പോൾ വെറുതെ ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കുന്നൊരു സാധനമാണ് പൊറോട്ട. അല്ലാതെ ഞാൻ ഇനി എത്ര വലിയ ഫംഗ്ഷൻ ആണെങ്കിലും അതിൽ പൊറോട്ട ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പൊറോട്ട അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. വേറെ എന്തെങ്കിലും അരി ആഹാരങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ വീണ്ടും അലുമ്പ് തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും കിട്ടിയില്ല. കാരണം നമ്മുടെ ബാക്കിലത്തെ ഇതിലായിരുന്നു വണ്ടിയുടെ പേര്, ഇങ്ങനെ സുൽത്താൻ എന്നുള്ള പേര് ഇങ്ങനെ എഴുതി ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ബാക്കിൽ നിന്ന് വെട്ടം വരുന്നതുകൊണ്ട് പുറമേ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതായത് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. ഇതാണ് കേട്ടോ പിറ്റന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അതാണ് നമ്മുടെ സ്കൂട്ടറിൽ കയറി ഞാനും ചിന്നും കൂടെ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ പിള്ളേരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ വന്നു. ചേട്ടനും ഉണ്ടായിരുന്നു, ചിന്നുവിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എല്ലാവരും വന്നപ്പോഴത്തേക്കും വീണ്ടും റിലേറ്റീവ്സ് എല്ലാവരും കൂടി അവിടെ നിന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അങ്ങനെ അവിടെയും വെട്ടത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്നൊരു പ്ലാനിങ് ഇട്ടു. നമുക്ക് നാളെ റിസപ്ഷന് എന്തെങ്കിലും ഡാൻസ് എന്തെങ്കിലും കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പെട്ടെന്നൊരു 1-1.5 മണിക്കൂറിൽ തട്ടിക്കൂട്ടി എടുത്ത ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നാളത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഏകദേശം 11:30 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു തലേ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻസ് ഇടുക. ഓക്കെ. അപ്പോൾ അതേ പ്രാക്ടീസ് തകൃതിയെ നടക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കളിച്ചപ്പോഴത്തേക്കും. അത് നാളത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ പിറ്റേ ദിവസത്തെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ. അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ബൈ ബൈ.